ആറാട്ടുപുഴയിലെ KSEB സെഷൻ ഓഫീസ് പ്രവർത്തിക്കുന്ന കെട്ടിടം അതീവ ശോച്യാവസ്ഥയിലും അപകടാവസ്ഥയിലും ഓഫീസിന്റെ മേൽക്കൂരയിലെ ടിൻ ഷീറ്റ് ദ്രവിച്ച് ചോർന്ന് ഒലിക്കുന്ന നിലയിലും മേൽക്കൂര നിർമ്മിച്ചിരിക്കുന്ന സ്ക്വയർ ട്യൂബ് തുരുമ്പിച്ച് ഏത് നിമിഷവും താഴെ വീഴാവുന്ന അവസ്ഥയിലുമാണ്. ആറാട്ടുപുഴയിലെ KSEB സെക്ഷൻ ഓഫീസാണിത്. അതീവ ശോച്യാവസ്ഥയിലാണ് ഈ ഓഫീസ്. ഒപ്പം ഏത് സമയവും അപകടമുണ്ടാകാവുന്ന സ്ഥിതിയിലും. ഓഫീസ് പ്രവർത്തിക്കുന്ന MESന്റെ കെട്ടിടം വളരെ കാലമായി ഈ അവസ്ഥയിലാണ്. ഓഫീസിന്റെ മേൽക്കൂരയിലെ ടിൻ ഷീറ്റ് ദ്രവിച്ച് ചോർന്നൊലിക്കുകയും മേൽക്കൂര നിർമ്മിച്ചിരിക്കുന്ന സ്ക്വയർ ട്യൂബ് തുരുമ്പിച്ച് ഏത് നിമിഷവും താഴെ വീഴാവുന്ന അവസ്ഥയിലുമാണ്. സ്റ്റെയർ കേസിന്റെ മുകളിലെ കോൺക്രീറ്റിനുള്ളിലെ കമ്പി ദ്രവിച്ച് കോൺക്രീറ്റ് പാളികളായി വീഴുന്നത് നിത്യസംഭവമാണ്. ഭാഗ്യം കൊണ്ട് മാത്രമാണ് ഇതുവരെയും അപകടങ്ങൾ ഉണ്ടാകാതിരുന്നതെന്ന് ഇവിടെ എത്തുന്ന ഉപഭോക്താക്കളും പറയുന്നു. മുൻപ് കാർത്തികപ്പള്ളി സെക്ഷന്റെ പരിധിയിലായിരുന്ന ആറാട്ടുപുഴ 2012ഓടെയാണ് പ്രത്യേക സെക്ഷനായി മാറ്റിയത്. ഈ സെക്ഷനിൽ ഏതാണ്ട് 10,000-ഓളം ഉപഭോക്താക്കളുമുണ്ട്. 27ഓളം ജീവനക്കാരാണ് ഈ ഓഫീസിൽ ജോലി ചെയ്യുന്നത്. ഓഫീസിന്റെ ജനലുകളും വാതിലുകളും അടച്ചുറപ്പില്ലാത്തതും ജീർണാവസ്ഥയിലുമാണ്. ജീവനക്കാർക്കായി വാട്ടർ അതോറിറ്റിയുടെ ജലം ശേഖരിക്കുന്ന കോൺക്രീറ്റ് റിംഗ് ടാങ്ക് വൃത്തിഹീനവും ശുചിമുറികൾ ശോച്യാവസ്ഥയിലുമാണ്. ഓഫീസ് കെട്ടിടം കടൽ തീരത്ത് നിന്നും ഏകദേശം 50 മീറ്ററിൽ താഴെയുള്ള ദൂരത്താണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഓഫീസിലെ കമ്പ്യൂട്ടർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ തകരാറിലാകുന്നതും സ്ഥിരം സംഭവമാണ്. ഓഫീസിന്റെ ശോച്യാവസ്ഥയെക്കുറിച്ച് സെക്ഷൻ അധികൃതർ മേലുദ്യോഗസ്ഥർക്ക് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. അടിയന്തരമായി സൗകര്യപ്രദമായ മറ്റൊരു കെട്ടിടത്തിലേക്ക് ഓഫീസ് മാറി പ്രവർത്തിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. CDNet ന്യൂസ്, ആറാട്ടുപുഴ.